പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 12 ചൊവ്വാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ആദിമസഭ വളർന്നുകൊണ്ടിരുന്നതായ ഒരു സമയമാണിത്. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ചില പ്രായോഗിക പ്രശ്നങ്ങളും അവിടെ ഉയരുന്നു. പ്രത്യേകിച്ച് ഭക്ഷണ വിതരണത്തിൽ ചിലർ അവഗണിക്കപ്പെട്ടതായി കാണുന്നു. ഈ സാഹചര്യത്തിൽ അപ്പോസ്തലന്മാർ വളരെ ജ്ഞാനത്തോടെ ഒരു തീരുമാനമെടുത്തു. അവർ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് നല്ല സാക്ഷ്യമുള്ള ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുത്തുകൊള്ളുക. ഞങ്ങൾ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ശ്രദ്ധിക്കാം. ഇവിടെ വളരെ ആഴമുള്ള ഒരു ആത്മീയ സത്യം കാണും. ദൈവരാജ്യത്തിൽ ഓരോരുത്തർക്കും ഒരു പ്രത്യേക വിളിയുണ്ട്. ആ വിളിയിൽ വിശ്വാസ്യതയോടെ നിലകൊള്ളുന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. അപ്പോസ്തലന്മാർ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുവാൻ ശ്രമിച്ചില്ല. അവർ തിരിച്ചറിഞ്ഞു, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാന ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവം നൽകിയ വിളിയിൽ വിശ്വാസ്യതയോടെ നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതവും സഭയും സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടും. നമുക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴാകുന്ന വലിയവരാകുന്നത് എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചയിൽ വലുതോ ചെറുതോ എന്ന വ്യത്യാസമില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരാകുന്നതാണ് ഏറ്റവും മഹത്തായത്. നമ്മുടെ സേവനം എവിടെയുമാകട്ടെ, വേദിയിൽ പ്രസംഗിക്കുന്നവരാകട്ടെ, പ്രാർത്ഥനയിൽ നിൽക്കുന്നവരാകട്ടെ, എല്ലാവരും ദൈവരാജ്യത്തിൽ ഒരുപോലെ വിലയുള്ളവരാണ്. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ശ്രദ്ധിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അവർ സേവനത്തെ ചെറുതാക്കി കാണിച്ചില്ല. മറിച്ച് അവർ മറ്റുള്ളവരെ ഉയർത്തി നിർത്തി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ആളുകളെ തെരഞ്ഞെടുത്തു. ഇതിലൂടെ നാം പഠിക്കുവാൻ ശ്രമിക്കേണ്ടത്, ദൈവത്തിൻ്റെ സേവനം ഒരു മത്സരമല്ല, അതൊരു സഹകരണമാണ് എന്ന വലിയ ബോധ്യം. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു വിളിയുണ്ട്. ചിലർക്ക് പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്, മറ്റു ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ഹൃദയമുണ്ട്, ചിലർക്ക് വചന പഠനത്തിലും പഠിപ്പിക്കലിലും കഴിവുണ്ട്. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ വിളി അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. ചില അവസരങ്ങളിലെങ്കിലും നാം അതിനെ അവഗണിച്ച് മറ്റുള്ളവരുടെ വഴിയിൽ നടക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ, സന്തോഷം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ വിളി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം നമുക്ക് ഏത് തരത്തിലുള്ളതായ കഴിവും താലന്തുമാണ് നൽകിയിരിക്കുന്നതെന്ന് പ്രാർത്ഥനയിലൂടെ അന്വേഷിക്കണം. അതുപോലെ തന്നെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ വിശ്വസ്തരായി തീരണം. അത് ചെറിയ കാര്യങ്ങളായാലും ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് മഹത്തായ മൂല്യമുണ്ട്. അതുപോലെ നാം മറ്റുള്ളവരെ ഉയർത്തി നിർത്തണം. ഒരാൾക്ക് കഴിയുന്നത് മറ്റൊരാൾക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ട് പരസ്പരം പിന്തുണയ്ക്കുമ്പോഴാണ് സഭ വളരുന്നത്. അതുപോലെ പ്രാർത്ഥനയും വചനധ്യാനവും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ സ്ഥാനത്ത് വിശ്വസ്തരായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ശക്തമായി മുന്നേറും. നമ്മുടെ ജീവിതം അർത്ഥവത്താകും. നാം ചെയ്യുന്ന ചെറിയ സേവനങ്ങൾ പോലും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയിൽ വലിയ പങ്ക് വഹിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഓരോരുത്തരെയും നീ പ്രത്യേകമായ വിളിയോടെ സൃഷ്ടിച്ചതിന് നന്ദി കരയറ്റുന്നു.
ഞങ്ങളുടെ വിളി തിരിച്ചറിയുവാനും അതിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രാർത്ഥനയിലും വചനത്തിലും ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. മറ്റുള്ളവരെ ഉയർത്തി നിർത്തുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. നിന്റെ രാജ്യത്തിനായി ഞങ്ങളെ ഉപകരണമാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.